തൃശൂർ സ്വരാജ് റൗണ്ടിൽ വാഹനങ്ങൾ കൂട്ടത്തോടെ തേർവാഴ്ച നടത്തുന്ന കാഴ്ച കണ്ട് അന്തിച്ചു നോക്കി നിൽക്കാനേ കഴിയൂ. റോഡ് മുറിച്ചു കടക്കുന്നവർ രക്ഷപ്പെട്ടാൽ ഭാഗ്യം. ഇരുചക്ര വാഹനയാത്രക്കാർ ഞെരിഞ്ഞമർന്നില്ലെങ്കിൽ മുൻജന്മ സുഹൃതം. വാഹനങ്ങൾ ഒന്നിച്ച് കൂട്ടം തെറ്റി മത്സരിച്ചു പായുന്ന ദുരന്ത കാഴ്ചയാണിവിടെ. ഡ്രൈവർമാർക്ക് വീരേതിഹാസം പോലെയാണ് ഡ്രൈവിംഗ്. ഒരു തിരമാല കണക്കെ വാഹനങ്ങൾ റൗണ്ടിൽ കയറുന്നു. പിന്നെ ഇവരുടെ മരണവെപ്രാളം കണ്ടാൽ ഇവർക്കൊക്കെ ജീവനിൽ കൊതിയില്ലേ എന്ന് ചിന്തിച്ചു പോകും. MG റോഡിലും ഈ വൃത്തികെട്ട കുത്തൊഴുക്ക് പതിവ് കാഴ്ച. വാഹനങ്ങൾ ഒന്നിച്ച് കുത്തിക്കയറ്റി ഇടവഴികളിൽ നിന്ന് കുതിച്ചെത്തി ആകപ്പാടെ ഒരു കൊയ. ഫലമോ ഏറെ നേരത്തെ ഗതാഗതക്കുരുക്കും. ഇതൊക്കെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് തൃശ്ശൂരിൽ നാഥനില്ല? സ്വരാജ് റൗണ്ടിൽ കഴിഞ്ഞ വാരം സ്കൂട്ടറിൽ മകളോടൊപ്പം സഞ്ചരിച്ച അയ്യന്തോൾ സ്വദേശിനിയായ റാണി KSRTC ബസ്സിടിച്ച് മരിച്ചു വീണു. നായ്ക്കനാലിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ബൈക്കിനു പിറകിൽ ബസ്സിടിച്ച് അനിത എന്ന യുവതിയും മരിച്ചു. MG റോഡിൽ ബൈക്കിനു പിറകിൽ ബസ്സിടിച്ച് അരണാട്ടുകര സ്വദേശിനിയായ യുവതി മരിച്ചിട്ട് ഏറെ നാളായില്ല. അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരും നിരവധി. സ്വരാജ് റൗണ്ടിൽ വാഹനങ്ങളുടെ വേഗം 35 കിലോമീറ്റർ കടലാസിൽ, ഓടുന്നത് ഇരട്ടി വേഗത്തിൽ. സ്കൂളുകൾക്ക് മുന്നിൽ വേഗം 15 കിലോമീറ്റർ. ഡ്രൈവർമാർക്ക് എന്ത് സ്കൂൾ? റോഡ് മുറിച്ചു കടക്കുന്നവർക്ക് ഈ ഓട്ടപ്രദക്ഷിണം നോക്കി നിൽക്കാം. നേരത്തെ KSRTC സിറ്റി സർവീസ് തുടങ്ങിയപ്പോൾ ഇരിങ്ങാലക്കുട റൂട്ടിൽ നിന്നുള്ള ബസ്സുകളെ റൗണ്ടിൽ വിലക്കിയിരുന്നു. 150ഓളം ബസ്സുകളുടെ മരണപ്പാച്ചിൽ അങ്ങനെ കുറഞ്ഞിരുന്നു. പിന്നെ സിറ്റി സർവീസിന്റെ പൂതി മതിയായി. ബസ്സുകൾ വീണ്ടും കൂട്ടത്തോടെ റൗണ്ടിലേക്ക്. കാഞ്ഞാണി ഭാഗത്തു നിന്നുള്ള ബസ്സുകൾക്ക് സപ്ന സ്റ്റോപ്പിൽ വിലക്കേർപ്പെടുത്തി ഗതാഗതം മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞ് മേനി നടിച്ചു നടക്കുകയാണ് ജില്ലാ ഭരണകൂടം. യാത്രക്കാർ പൊരിവെയിലത്ത് നടക്കട്ടെ, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് കീശ കാലിയാക്കട്ടെ. ഭയങ്കര ട്രാഫിക് പരിഷ്കാരം. ഒരിടെ അപകടം കുറയ്ക്കാൻ സ്വരാജ് റൗണ്ടിൽ ലൈൻ ട്രാഫിക് സംവിധാനം നടപ്പിലാക്കി. ഇപ്പോൾ ലൈനുമില്ല, ട്രാഫിക്കുമില്ല. വേഗം നിയന്ത്രിക്കാതെ എന്ത് ലൈൻ? സ്വരാജ് റൗണ്ടിൽ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും ചോരക്കളങ്ങൾ ആവർത്തിക്കുമെന്ന് ഉറപ്പ്. സ്കൂളുകളുടെ മുന്നിലെ വേഗപരിധി വാഹനങ്ങൾ കൂട്ടത്തോടെ പോകുന്ന സ്വരാജ് റൗണ്ടിൽ നടപ്പാക്കുകയാണ് വേണ്ടത്. 15-20 കിലോമീറ്ററിൽ വാഹനങ്ങൾ പോയാൽ മതിയെന്ന് നിശ്ചയിക്കുകയല്ലാതെ റൗണ്ടിലെ മരണമണി മാറുകയില്ല. MG റോഡിൽ ഒറ്റവരി വാഹനങ്ങൾ എന്ന് കർശനമാക്കാതെ അവിടുത്തെ കുരുക്കും തീരുകയില്ല. അത് നടപ്പാക്കാൻ അല്പം നട്ടെല്ലും അല്പം വിവേകവും വേണം. അനുബന്ധം. സുരാജ് വെഞ്ഞാറമ്മൂടിന് ദേശീയ അവാർഡ് കിട്ടിയ വാർത്തയിൽ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഇറ്റ് ഈസ് നോ ജോക്ക്, വെഞ്ഞാറമ്മൂട് ഈസ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ഇന്ത്യ. തമാശക്കാരൻ നല്ല നടനായപ്പോൾ ഏറ്റവും മനോഹരമായ തലക്കെട്ടും ഇതുതന്നെ. പക്ഷേ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം വന്നപ്പോഴാണ് ശരിക്കും തമാശയായത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനെ സംസ്ഥാന ജൂറി തിരിച്ചറിഞ്ഞതേയില്ല. തമാശക്കാരനായാൽ മതിയെന്ന് ജൂറി. ഇതിലും വലിയ തമാശ ഇനി എന്തുണ്ട്? ശുഭം.